സർക്കാർ വകുപ്പുകളിലെ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ നിരന്തരം നിരീക്ഷിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുന്നു. ആരുടെയും ഒരു നിർദ്ദേശവും ഇല്ലാതെ കൈക്കൂലിക്കാരെ പൂട്ടാനുള്ള അധികാരം വിജിലൻസിനുണ്ട്. ആ അധികാരം അവർ പ്രയോഗിക്കുന്നില്ല. ആരെങ്കിലും പരാതി കൊടുത്താൽ തന്നെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലേ അവർ അന്വേഷിക്കും. കൈക്കൂലിക്കാരായ 200 ഉദ്യോഗസ്ഥരുടെ പട്ടിക വിജിലൻസ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പട്ടികയിലുള്ളതിൽ ഭൂരിഭാഗവും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. ഇവരെ നിരന്തരം നിരീക്ഷിക്കണമെന്നും കുരുക്കിലാക്കാൻ ശ്രമിക്കണമെന്നുമാണ് വിജിലൻസ് SP-മാർക്ക് ഡയറക്ടർ നൽകിയ നിർദ്ദേശം. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ കുറിച്ച് ജനങ്ങളിൽ നിന്ന് വിവരം തേടുകയാണെന്നും വിജിലൻസ് വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം എല്ലാ മാസാവസാനവും വിലയിരുത്തണമെന്ന് വിജിലൻസ് DIGക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൈക്കൂലിക്കാരായ 700-ലധികം സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ നേരത്തെ ശേഖരിച്ചിരുന്നു. അന്ന് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമായിരുന്നു. വിവിധ ഘട്ടങ്ങളായുള്ള പരിശോധനയ്ക്ക് ശേഷം വകുപ്പ് തിരിച്ചുള്ള പട്ടികയും തയ്യാറാക്കിയിരുന്നു. രഹസ്യ വിവരങ്ങളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ ഈ ഉദ്യോഗസ്ഥർ നിലവിൽ നിരീക്ഷണത്തിലാണെന്നാണ് പലപ്പോഴും വിജിലൻസുകാർ അന്ന് പറഞ്ഞത്. സർക്കാർ വകുപ്പുകളിലെ കൈക്കൂലി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജിലൻസ് മേഖലാ തലവന്മാരുടെ നേതൃത്വത്തിലാണ് അന്ന് വിവരശേഖരണവും വിശകലനവും ഒക്കെ നടത്തിയത്. ഉദ്യോഗസ്ഥരുടെ ഓഫീസ് ഇടപെടലുകളും സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെയുള്ളവയെ അന്വേഷിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതെല്ലാം എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. മനോജ് എബ്രഹാം ചുമതല ഒഴിഞ്ഞപ്പോൾ കൈക്കൂലിക്കാരും രക്ഷപ്പെട്ടു. പക്ഷേ ഇതിലെല്ലാം രസം പോലീസുകാരുടെ കൈക്കൂലി ആരന്വേഷിക്കുമെന്നുള്ളതാണ്. മാറി മാറി വരുന്ന ഡയറക്ടർമാർക്ക് ഉത്തരവിറക്കാൻ മതി. അവരെ നിരീക്ഷിക്കുന്ന കാര്യം ആരും പറഞ്ഞില്ല. ആരാ? ഈ പോലീസുകാരെ. ഇന്ന് ഏറ്റവും കൂടുതൽ കൈക്കൂലി പോലീസിലും റവന്യൂവിലുമാണ്. അതിലെ ഒന്നാം സ്ഥാനം പോലീസിൽ തന്നെയാണ്. വേലി തന്നെ വിളവ് തിന്നുന്നത് ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ആരും തിരിച്ചറിയുന്നുമില്ല. അതാണ് കഷ്ടം. അവരെ ആര് പിടിക്കും? പോലീസുകാരല്ലേ? അതല്ല വേണ്ടത്. പോലീസുകാരെയും നിരീക്ഷിക്കണം. അവരിലുള്ള കൈക്കൂലിക്കാരെ മാറ്റി നിർത്തണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നന്നാക്കിയിട്ട് മറ്റുള്ള കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നതല്ലേ നല്ലത്.